സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടിയോളം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന രാജ്യത്തെ വമ്പൻ മോഷ്ടാവിനെ മണിക്കൂറുകൾ കൊണ്ട് കണ്ടെത്തി കേരള പോലീസ്. ഇന്ത്യയിലെങ്ങും വൻ നഗരങ്ങളിലെ സമ്പന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ബീഹാർ സ്വദേശി 35-കാരൻ മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത്. മോഷ്ടിച്ച പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇയാൾ ബീഹാർ റോബിൻഹുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ശനിയാഴ്ച പുലർച്ചെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ കർണാടക പോലീസിന്റെ സഹായത്തോടെ അതേ ദിവസം വൈകിട്ട് 5 മണിയോടെ ഉടുപ്പിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മോഷണത്തിന് മാത്രമായി മുഹമ്മദ് ഇർഫാൻ കാറിൽ കൊച്ചിയിലെത്തുകയായിരുന്നുവെന്നാണ് അറിയുന്നത്. CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിൽ നിന്ന് രജിസ്ട്രേഷൻ നമ്പർ തിരിച്ചറിഞ്ഞ് ഇതര സംസ്ഥാന സേനകളുടെ സഹായത്തോടെ കൊച്ചി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ഉടുപ്പിക്കടുത്ത് കോട്ട സ്റ്റേഷൻ പരിധിയിൽ കാർ കണ്ടെത്തി. തടഞ്ഞു നിർത്തിയുള്ള പോലീസ് പരിശോധനയിലാണ് മുഹമ്മദ് ഇർഫാൻ പിടിയിലായത്. 2021 വിഷു ദിനത്തിൽ ഭീമ ജ്വല്ലറി ഉടമ ഡോക്ടർ B ഗോവിന്ദന്റെ തിരുവനന്തപുരം കവടിയാറിലെ വീട്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ വില വരുന്ന ആഭരണങ്ങളും 60,000 രൂപയും കവർന്നത് താനാണെന്ന് മുഹമ്മദ് ഇർഫാൻ സമ്മതിച്ചതായാണ് വിവരം. രാജ്യമെങ്ങും ബീഹാർ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാൻ ഉള്ളത് നന്മ നിറഞ്ഞ കള്ളൻ എന്ന പരിവേഷം. സമ്പന്നരുടെ വീട്ടിൽ മോഷണം നടത്തി കിട്ടുന്നതിൽ നിന്ന് പാവങ്ങൾക്ക് സഹായം നൽകുന്ന ഉത്തരേന്ത്യൻ കായംകുളം കൊച്ചുണ്ണി. കഴിഞ്ഞ വർഷം മാർച്ചിൽ പൂനെയിലെ ആഡംബര പാർപ്പിട സമുച്ചയ മേഖലയിൽ നടത്തിയ മോഷണക്കേസിൽ പിടിയിലായപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ വാർത്തയിൽ പറയുന്ന വിവരങ്ങളനുസരിച്ച് മുഹമ്മദ് ഇർഫാന് ഉജാല എന്നും വിളിപ്പേരുണ്ട്. മോഷണ മുതലിൽ നിന്ന് 1,20,00,000 രൂപ ചെലവിട്ട് സീതാമർഹി ജില്ലയിൽപ്പെടുന്ന ജോഗിയ പഞ്ചായത്തിലെ 7 ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ പണിതു നൽകിയ ബീഹാറിന്റെ റോബിൻഹുഡ് നിർധന പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സീതാമർഹിയിലെ പുപ്രി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ഇങ്ങനെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ടാകണം ജില്ലാ പരിഷത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ അനായാസം ജയിച്ചു. കൊച്ചിയിൽ മോഷണത്തിനെത്തിയതാകട്ടെ സീതാമർഹി ജില്ലാ പരിഷത്ത് അധ്യക്ഷന്റെ ബോർഡ് വെച്ച കാറിലും. വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതാണ് രീതി. പുനെയിലെ മോഷണത്തിൽ പിടിയിലാകുമ്പോൾ ഇർഫാനൊപ്പം 3 പേർ കൂടിയുണ്ടായിരുന്നു. റോബിൻഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് പുനെ പോലീസിനോട് പറഞ്ഞത്. 12 നഗരങ്ങളിലായി 40 കവർച്ചകൾ നടത്തിയതായാണ് കുറ്റസമ്മതം. വലിയ നഗരങ്ങളിൽ ഇയാൾക്ക് 1-ലധികം ഫ്ളാറ്റുകളുണ്ടെന്നും പുനെ പോലീസ് പറയുന്നു. ഏറ്റവും ഒടുവിൽ പിടിയിലായത് കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ നിന്നാണ്.